ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, മൂന്നാം തീയതി നാലാം തീയതി റാലി, കേരള നാട്ടിലെ പണിമുടക്കിന്റെ പൂരം. മറ്റുള്ള സ്റ്റേറ്റുകാർ ജോലിയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ കൊടികൾ പിടിക്കും, മറ്റുള്ള നാട്ടുകാർ വിത്തു വിതയ്ക്കുമ്പോൾ നമ്മുടെ ആളുകൾ വെട്ടി നിരത്തും. ബന്ധന്നു കേട്ടെന്ന സർക്കാർ ജോലിക്കാർ ആതു ചിരിച്ചുകൊണ്ടോടും, വീട്ടിൽ സ്മാനം അടിച്ചെന്ന് കൂടും. ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, മൂന്നാം തീയതി നാലാം തീയതി റാലി, കേരള നാട്ടിലെ പണിമുടക്കിന്റെ പൂരം. മറുനാട്ടു പള്ളിയിൽ കുർബാന കേൾക്കുമ്പോൾ ഇവിടത്തെ പള്ളിയിൽ കൊലവിളി കേൾക്കും. മറുനാട്ടിൽ പിള്ളേര് പാഠം പഠിക്കുമ്പോൾ മറുനാട്ടിൽ പിള്ളേര് സമരം പഠിക്കും. ദൈവത്തിൻ നാടെന്നു പേരെങ്കിലും ഇത് ചെലുത്താൻ വാഴുന്ന നാട് ഇപ്പൊ കേരളം മൂക്കുട്ടിച്ചോറ്. ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, പല ഹർത്താലുകളും നമ്മൾ നാട് മൊത്തം നിശ്ചലമായി മാറുകയാണ്. നാട്ടുകാർ മൊത്തം പണി ഉപേക്ഷിച്ച് വീടുകളിൽ ബന്ദികളാവുന്ന അവസ്ഥ. ഇതിനൊരു മാറ്റം വരണമെന്ന് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഗ്രൂപ്പിലൂടെ നമ്മുടെ കൂട്ടുകാർ ഒന്നിച്ചൊന്ന് ചർച്ച ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം വേസ്റ്റായി പോകുന്ന ഒരു ക്രിയാത്മകത ഇല്ലാത്തൊരു ദിവസത്തെ എങ്ങനെ നമുക്ക് ക്രിയാത്മകമായി നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന ചിന്തയിൽ നിന്നാണ് ഇത് ഞാനവിടെ KSRTC ഡിപ്പോയിൽ ബസ്സുകൾ നമുക്ക് ഈ ഹർത്താൽ ദിനത്തിൽ കഴുകി ഒന്ന് ശുചീകരണ യജ്ഞം നടത്താം എന്ന് നമ്മൾ ഞാനിവിടെ തീരുമാനിച്ചു. അതനുസരിച്ച് നമ്മൾ ഡിപ്പോ ഇൻസ്പെക്ടർ ഇൻചാർജ് നമ്മുടെ സുനിൽ സാറിനെ ബന്ധപ്പെടുകയും അനുവാദം വാങ്ങുകയും ഇവിടുത്തെ ജീവനക്കാരുടെ സഹകരണത്തോടുകൂടി ഇവിടുന്ന് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും നമുക്ക് അവർ ചെയ്തു തന്നു. നമുക്ക് തീർച്ചയായിട്ടും അതായത് KSRTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊതുജനം ഉപയോഗിക്കുന്ന വണ്ടിയാണ്, നമ്മുടെ തന്നെ വണ്ടിയാണ്. ബസ്സുകൾ കഴിക്കുമ്പോൾ നമുക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. നമ്മളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ കുറ്റം പറയാതെ ഇടയ്ക്കൊക്കെ മുന്നിലേക്ക് വന്ന് ഈ ഹർത്താൽ ദിനങ്ങൾ പ്രത്യേകിച്ചും അതിനൊരു നല്ലൊരു അവസരം കൂടിയാണ്. പൊതുജനങ്ങൾക്ക് ഇറങ്ങി സർക്കാരിന് വേണ്ടി നാടിന് വേണ്ടി ഹർത്താൽ ദിനത്തിനും ഇനി വരുന്ന എല്ലാ ഹർത്താൽ ദിനത്തിനും നമ്മൾ നാടിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളിൽ നമ്മളിത് ഞാനും കൂടെ പങ്കാളികളാവും.